വലിയൊരു ടേണിംഗ് പോയിന്റിലാണ് BJP ഇപ്പോൾ. അടുത്ത ദേശീയ അധ്യക്ഷൻ ആരായിരിക്കണമെന്നാണ് കൂലങ്കുഷമായി അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. പല പേരുകൾ മുന്നിൽ വന്നെങ്കിലും നദ്ദയെ കടത്തിവെട്ടാൻ കഴിയുന്ന ഒരാളിനെയാണ് അവർ പരിഗണിക്കാനിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തവണ ഒരു വനിതയെ സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നതാണ്. ആ വനിത ആരാണെന്നാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. പല പേരുകൾ വന്നെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനമായതിനാൽ തന്നെ അങ്ങനെ ചുമ്മാ ഒരാളിനെ പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല. നിലവിലെ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി നേരത്തെ തന്നെ അവസാനിച്ചതാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ട് ഇത് നീട്ടി നൽകുകയായിരുന്നു. എന്നാൽ ഇനിയും അതിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് തിരക്കിട്ടുകൊണ്ട് പുതിയ ആളിനെ അന്വേഷിക്കുന്നത്. പുതിയ കാലത്തിന്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് BJP വനിതയെ അമരക്കാരിയായി നിയമിച്ചാൽ അത് ചരിത്രമാവുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിർമ്മല സീതാരാമൻ, D പുരന്ദേശ്വരി, വനതി ശ്രീനിവാസൻ തുടങ്ങിയ നേതാക്കളാണ് പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ ആർക്കും നറുക്ക് വീഴുമെന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ലെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ വരുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയുമായിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായി പാർട്ടി ആസ്ഥാനത്ത് അടുത്തിടെ ഉന്നതതല യോഗം നടത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നിർമ്മലയുടെ സ്വീകാര്യതയും അനുഭവ സമ്പത്തും നേതൃപാടവവും അവരെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ മുൻനിരയിൽ തന്നെ നിർത്തുന്നുണ്ട്. നിർമ്മല സീതാരാമന്റെ വരവ് ദക്ഷിണേന്ത്യയിൽ BJPയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന കണക്കുകൂട്ടലും ചില കേന്ദ്രങ്ങൾക്കുണ്ട്. അടുത്ത മണ്ഡല അതിർത്തി നിർണയത്തിന് ശേഷം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ലോക്സഭയിലെ സ്ത്രീകളുടെ 33% സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള പാർട്ടിയുടെ പ്രതിബദ്ധതയെ ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുമെന്നും ചില വിലയിരുത്തലുകളുണ്ട്. മുമ്പ് പ്രതിരോധ മന്ത്രിയെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അവർ ജനങ്ങൾക്കിടയിൽ മികച്ച സ്വാധീനമുള്ള വ്യക്തിയാണ്. അതിൻ്റെതായ അനുഭവ സമ്പത്തും കാര്യഗൗരവവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നറുക്ക് വീഴാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിർമ്മലയ്ക്ക് തന്നെയാണ്. എങ്കിലും മറ്റു പേരുകളും തള്ളിക്കളയാനാവുന്നതല്ല. സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റു നേതാക്കളിൽ ഒരാൾ BJPയുടെ ആന്ധ്രാപ്രദേശ് മുൻ സംസ്ഥാന പ്രസിഡന്റ് D പുരന്ദേശ്വരിയാണ്. ബഹുഭാഷാ നേതാവായ പുരന്ദേശ്വരിക്ക് രാഷ്ട്രീയ മേഖലകളിലെല്ലാം മികച്ച ട്രാക്ക് റെക്കോർഡുകളുമുണ്ട്. കൂടാതെ ദക്ഷിണേന്ത്യയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പാർട്ടിയുടെ നീക്കങ്ങൾക്ക് ഇവരുടെ വരവും ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ നിന്നുമുള്ള വനതി ശ്രീനിവാസനെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നതാണ്. അവർ നിലവിൽ സംസ്ഥാന നിയമസഭയിൽ കോയമ്പത്തൂർ സൗത്തിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. 1993 BJPയിൽ ചേർന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, തമിഴ്നാട് വൈസ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞവരിൽ ആര് വന്നാലും BJPക്ക് നേട്ടം തന്നെയാണെങ്കിലും നിർമ്മല സീതാരാമന് തന്നെയാണ് നറുക്ക് വീഴാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്ന സമയമായതിന് പ്രത്യേകിച്ചു.